God is going to open your eyes. ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നു. When God will open your eyes, you will see the things that you cannot see now. ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. That is opening the eyes. So what you have to do for your eyes to get opened? നിങ്ങളുടെ കണ്ണ് തുറക്കുവാനായിട്ട് എന്താ ചെയ്യേണ്ടത്? You have to come close to God. When you cannot see, when you become old, നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് കണ്ണിന് മങ്ങൽ വരും അല്ലേ? നിങ്ങൾ കണ്ണട വെക്കേണ്ടി വരും. You will have to use spectacles. Likewise, when you cannot see with your inner eyes, when you come to God, you can see the things. നിങ്ങൾക്ക് പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് കാര്യങ്ങളെ കാണാൻ പറ്റാതിരിക്കുമ്പോൾ നിങ്ങൾ ദൈവവുമായിട്ട് അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? God will bless a servant of God. ഒരു ദൈവദാസനെ അല്ലെങ്കിൽ ദൈവദാസിയെയാണ് ദൈവം ആദ്യം അനുഗ്രഹിക്കുന്നത്. Then only he will bless a believer. എത്ര പേർക്ക് മനസ്സിലായി? So you have to choose whether you should be a believer or a servant of God. Everyone are called as servants of God. എത്ര പേർക്ക് അറിയാം? എല്ലാവരെയും ദൈവവേലയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. But why people are not doing the ministry of God? എന്തുകൊണ്ടാ അവര് അത് ചെയ്യുന്നില്ല, ദൈവവേല ചെയ്യുന്നില്ല? They are not confident in God. ദൈവത്തിൽ അവർക്ക് അത്ര വിശ്വാസം പോരാ. When you work for a person, നിങ്ങളൊരു മനുഷ്യന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ, if he is not giving you salary, what you will do? You will stop going there. Or when you join a company, നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ, somebody is saying that company will not pay the salary at the correct time. ആരോ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഈ കമ്പനിയിൽ ജോലി ചെയ്താൽ സാലറി കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? മാറും. People will not go there for work. Likewise, many people are not doing the ministry of God because they are thinking, if we work for this Lord, will he give us, will he pay us? ഞാൻ പറഞ്ഞ മനസ്സിലായ? ഈ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്താൽ കുടുംബം പട്ടിണിയാകത്തില്ലേ? People are thinking like that. Why they are thinking? Because their eyes are closed. അവരുടെ കണ്ണടഞ്ഞിരിക്കുകയാണ്. Everyone are called for the ministry. എത്ര പേർക്ക് മനസ്സിലായി? What is 1 Peter 2:9 is saying? 1 പത്രോസ് 2:9 എന്താ പറഞ്ഞിരിക്കുന്നത്? So വായിച്ചോളൂ. So you are a chosen generation called to declare the work of the Lord. അപ്പോൾ അവിടെ അതിനകത്ത് എല്ലാവരെ കുറിച്ച് പറയുകയാണ്. യു ആർ എ ചോസൺ ജനറേഷൻ. അപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. യു ആർ എ ചോസൺ ജനറേഷൻ ടു ഡിക്ലെയർ ദ വർക്ക് ഓഫ് ദ ലോർഡ്. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് സ്പീക്കിംഗ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ബട്ട് ടു എവ്രി വൺ. എല്ലാവരോടുമാണ് പറഞ്ഞിരിക്കുന്നത്. And in the book of Matthew 28:18 and 19, Jesus is saying, all the authority is given to me, so go and teach everyone what I have taught you. അല്ലേ? അങ്ങനെയല്ലേ പറയണത്? അവിടെ എന്താ പറയണത്? നിങ്ങൾ പോയി ഭൂമിയുടെ അറ്റത്ത് വരെ പോയി എല്ലാവരെയും ശിഷ്യരാക്കാൻ.
അപ്പോൾ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവവേലയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. But people are not confident in working for the Lord. അവർക്ക് ഈ ദൈവത്തിൽ വർക്ക് ചെയ്യാൻ അത്ര വിശ്വാസമില്ല. Who will be successive in the ministry? ആരാണ് ഒരു ശുശ്രൂഷയിൽ കയറി വരുന്ന ആളാരാണ്? ആരാ? Those who deny themselves and carry their own cross. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശിനെ ചുവക്കുന്നവനാണ് ശുശ്രൂഷയിൽ കയറി വരുന്നത്. എല്ലാം പിടികിട്ടിയെന്ന് അറിയത്തില്ല. എന്താ നിങ്ങളുടെ കുരിശ്? എന്താണ്? എവറി ഡേ യു വിൽ ഹാവ് എ ക്രോസ്. അനുദിനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു കുരിശുണ്ട്. ഇറ്റ് മേ ബി യുവർ പ്രോബ്ലം, ഇറ്റ് മേ ബി യുവർ ഫാമിലി പ്രോബ്ലം, or it may be your personal problem, or it may be your problem in the ministry. ഒന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള നിങ്ങളുടെ വിഷയമായിരിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായ വിഷയമായിരിക്കാം, ജോലി സ്ഥലത്തുള്ള വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഇതിനകത്തുള്ള വിഷയങ്ങളായിരിക്കാം. ശുശ്രൂഷയ്ക്കകത്ത് വിഷയങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ല. സന്തോഷമാണ്, എല്ലാവരും സന്തോഷമാണ്. ശുശ്രൂഷ ഇതിനകത്ത് വിഷയമില്ല. അപ്പോൾ every day there will be a test in your life. എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടെസ്റ്റ് ഉണ്ട്. Those who pass the test, they will be graded to the next level. ആ ടെസ്റ്റ് പാസ്സാവുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത ലെവലിലേക്ക് പോകും. Why some people are stagnant in the ministry? ചില ആൾക്കാർ ശുശ്രൂഷയിൽ അങ്ങനെ നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? They have lot of other business. അവർക്ക് വേറെ ഒത്തിരി ബിസിനസ്സുകളുണ്ട്. They are not having a burden about the ministry. അവർക്ക് ശുശ്രൂഷയെ പറ്റി ഒരു ഭാരമില്ല. When somebody will come and sing or preach the word, they will have a problem, worry. They may be worried. Otherwise they will not having a burden. അത്രയും മനസ്സിലായി? ഒരാൾ പാട്ട് പാടുകയോ വചനം പറയുകയോ ചെയ്യുന്ന കാണുമ്പോഴൊരു ചെറിയൊരു വിഷമവും അല്ലാതെ ഇതിനെപ്പറ്റി ഒരു ഭാരമില്ല. ശരിയാണോ? പെട്ടെന്ന് ഒരു അയ്യോ എൻ്റെ അവസരമാണല്ലോ പോയത്, ഒരാൾ പാട്ട് പാടിക്കൊണ്ടിരിക്കണം, എൻ്റെ അവസരമാണ് പോയത്, അതിൻ്റെ അയാൾ വചനം പറയുന്നു. അപ്പോഴൊരു ഉള്ളിലൊരു വിഷമമല്ലാതെ ദൈവരാജ്യത്തെക്കുറിച്ചൊരു ഭാരമില്ല. ഇഫ് യു ഹാവ് എ ബർഡൻ ഫോർ ദ കിങ്ഡം, യു വിൽ സ്റ്റേ ബാക്ക്. നിങ്ങൾ മാറി നിൽക്കും. നിങ്ങൾക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് യഥാർത്ഥ ഭാരം ഉണ്ടെങ്കിൽ നിങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കാനല്ല പോകുന്നത്, പിന്നെന്താണ്? പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കും. വല്ല എവിടെ കിട്ടിയെന്ന് അറിയത്തില്ല. അപ്പൊ അതാണ് മിനിസ്ട്രി ഈസ് നോട്ട് കമ്മിങ് ആൻഡ് സിംഗിങ് ഓർ പ്രീച്ചിങ് ദ വേർഡ്. വന്ന് പാട്ടുപാടുകയോ ദൈവവചനം പ്രസംഗിക്കുന്നതല്ല ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്. Having the quality of Jesus is the quality of a servant of God. യേശുവിൻ്റെ സ്വഭാവമുള്ള ഒരാൾക്കാണ് ഒരു ശുശ്രൂഷകനാകാൻ ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ why you should come here earlier? Out of love towards Jesus. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നേരത്തെ വരേണ്ടത്? ഇവിടെ ഒന്ന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയല്ല, പിന്നെന്താണ്? യേശുവിനോടുള്ള സ്നേഹം കൊണ്ട്. Some people will go for wedding or marriage or some housewarming services like that in the Sunday service. ഞായറാഴ്ച ആരാധനയുള്ള ദിവസങ്ങളിൽ അല്ലെ മറ്റ് ഉപവാസപ്രാർത്ഥനയുള്ള ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും? അവർ വേറെ കാര്യങ്ങൾക്ക് വേറെ പാലുകാച്ചനോ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു കം ആൻഡ് വാച്ച് വാട്ട് ഈസ് ലാക്കിംഗ് ഇൻ ദ സർവീസ്. ഞാൻ സ്നാനപ്പെട്ട ചർച്ചിൽ I was not given the mic to preach. It is not anyone's fault, it is the plan of God. ഞാൻ സ്നാനപ്പെട്ട ചർച്ചിൽ എനിക്ക് മൈക്കൊന്നും തന്ന അവസരമില്ല. അതെന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിളി അങ്ങനെ. മൈ കോളിംഗ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് മോസസ്. മോശയെ പോലൊരു വിളിയാണ് എനിക്കുള്ളത്. എത്ര പേർക്ക് മനസ്സിലായി? So Moses was in this wise house for 40 years.
മോശ 40 കൊല്ലം ഭാര്യ വീട്ടിലായിരുന്നു. ഐ വാസ് ഇൻ മൈ വൈഫ്സ് ഹൗസ് ഫോർ 9 years. ഞാനും എൻ്റെ ഭാര്യ വീട്ടിൽ 9 കൊല്ലമായിരുന്നു.